സാറിൻ്റെ ഔദ്യോഗിക ജീവിതം വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ പറഞ്ഞു. പക്ഷേ ജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയതിൽ ഈ സൗമ്യഭാവം, ലളിതമായ ജീവിതശൈലി ഒക്കെ രൂപപ്പെടുത്തിയതിൽ അച്ഛൻ്റെ സ്വാധീനം വളരെ പ്രധാനമാണ്. കൃഷ്ണൻ നായർ സാർ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഫിലിം മേക്കർ, പ്രശസ്തനായ സംവിധായകൻ, ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ തന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ്. അച്ഛനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് പറയേണ്ടി വരും, നമുക്ക് ഈ ഷോയിൽ മുഴുവൻ പറയേണ്ടി വരും. എങ്കിലും സാർ എങ്ങനെ ഓർക്കുന്നു എം കൃഷ്ണൻ നായർ? ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് അച്ഛൻ വീട്ടിലൊരു ഈ പറഞ്ഞ പോലെ അദൃശ്യ സാന്നിധ്യമാണ്. അച്ഛൻ വീട്ടിലില്ല കൂടുതൽ സമയം. പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക് അച്ഛൻ എന്തുകൊണ്ടാണ് വീട്ടിൽ വരാൻ സാധിക്കാത്തത്? ഒരു വർഷം 5ഉം 6ഉം സിനിമ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ ക്ലേശം, അതുകൊണ്ടാണ് നമ്മുടെ വരുമാനം, ജീവിതം ഒക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി അച്ഛനെ ഒരു ദൂരെ നിന്നാണ് ആദ്യം കാണുന്നത്. നിങ്ങളുടെ ഭാഷയിൽ പറയാൻ ലോങ് ഷോട്ടിലാണ്. പിന്നെ പതുക്കെ പതുക്കെ അച്ഛൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഞാൻ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു സിനിമാ സംവിധായകൻ്റെ ജീവിതത്തിൻ്റെ ഒരു അരക്ഷിതത്വമുണ്ട്. അതെല്ലാ കലാകാരന്മാർക്കും ഉണ്ട്. കല കൊണ്ട് മാത്രം ജീവിക്കുന്ന എല്ലാവർക്കും ഒരു അരക്ഷിതത്വ ബോധമുണ്ട്. നാളെ ഒരാൾ നമ്മളെ വിളിച്ചാലേ ഉള്ളൂ, ഒരു പടം വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഓടുക എന്നുള്ളത്, പടം നന്നാവുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ സിനിമ എടുക്കുന്നത് അവനവൻ്റെ അച്ഛനോടൊക്കെ ഞങ്ങൾ പലപ്പോഴും ചോദിക്കുക, അച്ഛനീ പിന്നെ പഠിച്ച കള്ളനെന്നും തുപ്പാക്കി രംഗനെന്നൊക്കെയുള്ള പടം എടുക്കാതെ അച്ഛൻ നല്ല സ്റ്റാൻഡേർഡ് പടങ്ങൾ എടുക്കണം എന്നൊക്കെ ഞങ്ങൾ വീട്ടിലൊത്തിച്ചിരിക്കുമ്പോൾ പറയും. അപ്പോൾ അച്ഛൻ അങ്ങനെ പുറത്ത് കേട്ട ഭാവം കാണിക്കില്ല. അച്ഛൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഈ പടം എടുക്കുന്നത് ഒരാൾ ആ പടം വിജയിപ്പിക്കാനാണ്. ആ പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ ഇവിടെ കലാപരമായ പടം എടുത്ത് അയാളുടെ പണം കളയാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അന്നത്തെ ഒരു രീതിയിൽ. അപ്പോൾ ഡയറക്ടറുടെ ജോലി ആ പടത്തിൽ നഷ്ടമുണ്ടാവരുത്, പ്രൊഡ്യൂസർക്ക് പണം കിട്ടണം, കാണുന്നയാൾക്ക് സന്തോഷം ഉണ്ടാവണം. അച്ഛൻ അത്രയും അന്ന് നിർവചനം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ IAS പോലെ വളരെ സുരക്ഷിതമായ ഒരു ഔദ്യോഗിക ജീവിതം തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അതിൻ്റെ ഒരു ഉൾപ്രേരണയും അമ്മയാണല്ലോ കുടുംബം നടത്തിക്കൊണ്ട് പോവുക. അപ്പോൾ അമ്മ അനുഭവിച്ചിട്ടുള്ള ചില ആങ്സൈറ്റീസ് അതൊക്കെ ഒരുപക്ഷെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അങ്ങനൊരു ആങ്സൈറ്റി വീട്ടിൽ വരാൻ പാടില്ല, ഒരു അരക്ഷിതത്വം വരാൻ പാടില്ല. വീട്ടിൽ നിന്ന് മാറി ഒരു കലാകാരനായി ജീവിക്കുമ്പോൾ വരുന്ന എല്ലാ പ്രശ്നങ്ങളും സാധ്യതകളും കൂടി ഞാൻ അച്ഛനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ അതാണ് അച്ഛനോടുള്ള എൻ്റെ ഒരു ബന്ധം. അച്ഛനെ മനസ്സിലാക്കുകയും എന്നാൽ അച്ഛനെ പോലെ ആവേണ്ട കാര്യമില്ല. ഇത് ഒരു ഉപരിപ്ലവമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ അറ്റ് എ സറ്റ്ലർ ലെവൽ, ഒരു സറ്റിൽ ലെവലിലേക്ക് വരുമ്പോൾ, ഒരു സൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അച്ഛൻ്റെ സ്വാധീനം എൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ വലിയ സ്വാധീനമാണ്. നമ്മളിങ്ങനെ ഓർത്തോർത്ത് എടുക്കുമ്പോഴാണ് ഇത് അച്ഛനാണ് എനിക്കിത് തന്നിട്ട് പോയത്. അങ്ങനെയാണ് ഞാനൊരു പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാതെ ഞാൻ അച്ഛനെ പറ്റി ഇപ്പോൾ ഒരു ബയോഗ്രഫി എഴുതാനൊന്നും ഞാൻ ഒരിക്കലും തയ്യാറായില്ല. എൻ്റെ തന്നെ എല്ലാ സ്വഭാവങ്ങൾക്കും, പല സ്വഭാവങ്ങളുടെയും റൂട്ട് കിടക്കുന്നത് അച്ഛനിൽ തന്നെയാണ്. അച്ഛൻ പറഞ്ഞും പറയാതെയും പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. ലാളിത്യം തന്നെ ഏറ്റവും സിംപ്ലിസിറ്റി. അച്ഛൻ ആ ഉടുപ്പി ലോഡ്ജിൽ ഈ വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ള ഫിയറ്റ് കാറ്, അതൊരു പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ടില്ല. അച്ഛൻ അങ്ങനെ ആവാൻ സാധിക്കൂ. MGRൻ്റെ സിനിമയൊക്കെ വന്നപ്പോൾ അച്ഛൻ MGRൻ്റെ 5 സിനിമ എടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ വാദ്യാരുടെ ഡയറക്ടർ ഈ ഉടുപ്പി ലോഡ്ജിൽ താമസിക്കും, നമുക്ക് ബംഗ്ലാവ് എടുക്കാം സാർ. അച്ഛൻ പറഞ്ഞു, ബംഗ്ലാവൊന്നും വേണ്ട, കാരണം പടം തീരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ ബംഗ്ലാവിൽ നിന്ന് പുറത്താക്കും, പിന്നെ ഞാനിവിടെ തന്നെ വരണം, അതുകൊണ്ട് ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വളരെ ഒരു സിമ്പിൾ ഹ്യൂമൻ ബീങ്. അത് ആ സമയത്തൊക്കെ സാർ ഇപ്പോൾ മദ്രാസിലുള്ള സമയത്ത് പിന്നെ വീട്ടിൽ വരുമ്പോഴും പ്രേം നസീർ, അതുപോലെ തന്നെ അന്നത്തെ വലിയ നടന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ട്. അവിടെ അച്ഛന് അതിനകത്ത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അച്ഛനൊരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. പ്രേം നസീർ ഏറ്റവും ഗ്ലാമർ നടനായതുകൊണ്ടല്ല അച്ഛൻ്റെ സുഹൃത്തായത്. അവർ തങ്ങളുള്ളൊരു പേഴ്സണൽ സൗഹൃദമാണ് പ്രേം നസീറിനെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രിയങ്കരനാക്കിയത്. അല്ല, പ്രേം നസീർ എന്ന് പറയുന്ന അന്നത്തെ ഗ്ലാമർ താരമോ സൂപ്പർ സ്റ്റാറോ അല്ല. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം ആൻഡ് പേഴ്സണാലിറ്റി, ഇതിനെ വേർതിരിച്ച് കാണാൻ ഒരു കഴിവ് അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എനിക്കും തന്നു. പ്രേം നസീർ ആസ് എ മാൻ, വയലാർ രാമവർമ്മ ആസ് എ മാൻ, അതാണ്. ബാബുരാജ് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആ അച്ഛന് വളരെ പ്രിയങ്കരനാണ്. ഇവരൊക്കെ രാമവർമ്മയെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ ബാബുരാജിൻ്റെ ഒരു ഹൃദ്യത, അതൊക്കെയാണ് അത് പ്രേം നസീറിൻ്റെ ഒരു പേഴ്സണാലിറ്റി. അപ്പോൾ അതാണ് മോർ വാല്യുബിൾ ദാൻ ദ ഫ്ലീറ്റിംഗ് ഗ്ലാമർ എന്ന് ഉള്ള പാഠമാണ് അതിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ഫിലോസോഫിക്കൽ ബെൻഡ് ഓഫ് മൈൻഡ് ജീവിതത്തെ അങ്ങനെ ഒരു ദാർശനിക മനസ്സോടുകൂടി കണ്ടു എന്നുള്ളതാണ്. അത് വളരെ വലിയ ഒരു അച്ഛൻ തന്നിട്ട് പോയ എന്തിനേക്കാളും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വത്ത് എന്ന് പറയുന്നത്
അച്ഛൻ്റെ ശിക്ഷ സമ്പത്താണ്. ശിക്ഷ അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മലയാള സിനിമയിലായാലും ശരി, തെന്നിന്ത്യൻ സിനിമയിലായാലും ശരി, അച്ഛൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. ഭാരതിരാജയെ പോലെ പ്രഗത്ഭരായ സംവിധായകർ അച്ഛൻ്റെ ശിഷ്യരായിരുന്നു. ഹരിഹരൻ സാറ്, പിന്നെ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്ന രഘുവണ്ണൻ. ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ ഈ അച്ഛൻ്റെ ശിഷ്യസമ്പത്തിനെ പറ്റി ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ ആ പുസ്തകം എഴുതുന്നത്. എന്താണ് അച്ഛനും ഈ ശിഷ്യന്മാരുമായിട്ട് ഈ ബന്ധം? എല്ലാ വലിയ ഡയറക്ടർമാർക്കും ശിഷ്യന്മാരുണ്ടാവും, അവർ കുറച്ച് കാലം വന്നു പോയി, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കാണുമ്പോൾ തൊഴും. അതിൽ കൂടുതൽ ഒരു ലൈഫ് ലോങ് ബന്ധം വളരെ അപൂർവമായിട്ടേ വരുന്നു. അച്ഛനെ സംബന്ധിച്ച് അവസാന കാലം വരെയും കെ മധുവിനോടായാലും ശരി, ഹരിഹരനോടായാലും ശരി, നമ്മുടെ രഘുവണ്ണനോടായാലും ശരി, സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഇടപെടും. എനിക്ക് വളരെ മധുവാണ് ഈ കൂട്ടത്തിൽ. അതെ, എനിക്ക് ഏറ്റവും അടുപ്പുള്ളൊരു സുഹൃത്തു കൂടിയാണ് കെ മധു. അപ്പോൾ ഞാൻ മധുവായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ മധു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കൃഷ്ണനായർ സാറെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഞാൻ അധികമൊന്നും മധുവിനോട് സംസാരിക്കാറില്ല. പക്ഷേ എന്ത് കാര്യം പറഞ്ഞാലും മധു പറയുക കൃഷ്ണനായർ സാർ ജീവിതത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. മധുവിൻ്റെ ജീവിതത്തിൽ അത്രയും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ശിഷ്യൻ എനിക്കാണ് ഒരു പക്ഷേ ഭാരതരാജയേക്കാൾ ഹരിഹരനേക്കാളും കെ മധുവിന് അത്ര അവസാന കാലത്തും അച്ഛനോട് അത്ര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കെ മധു. സാറിൻ്റെയും അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ്. ഞങ്ങളെ വീട്ടിലൊരു അങ്ങനത്തെ പോലെയാണ്. പോലെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ചടങ്ങിൻ്റെയും കാർമ്മികനാണ് മധു. തോളത്തൊരു തോർത്തിട്ട് കൊടുത്താൽ എല്ലാ കാർമ്മികനാണ് മധുവിൻ്റെ. പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ മധുവിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ പടവും വെച്ചിട്ടുണ്ട്, വളരെ പ്രോമിനൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേക ബന്ധമാണ്. മധു സമാഗമത്തിൽ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അടുത്തതായി സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംവിധായകൻ ശ്രീ കെ മധു. നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ സാറിനോട് പറഞ്ഞു തുടങ്ങിയത് മധുവായിട്ട് ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ നമ്മൾ തമ്മിൽ കാണുമ്പോൾ എപ്പോഴെങ്കിലും കൃഷ്ണനായർ സാറെ കുറിച്ച് പറയാത്ത ഒരു മണിക്കൂർ പോലും ഉണ്ടാവില്ല സാർ. അത്രമാത്രം ഗുരുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് കൃഷ്ണനായർ സാർ അടുത്തെത്തിയത്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കൃഷ്ണനായർ സാറിൻ്റെ അടുത്ത് എത്തിയത് ഞാൻ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമൊക്കെ ആയിട്ട് അരിപ്പാട്ട് ഇങ്ങനെ കഴിയുന്ന സമയത്ത് സിനിമയിൽ ഒരു ഡയറക്ഷൻ എത്തിച്ചേരണമെന്നൊരാഗ്രഹം വന്നപ്പോഴേ എൻ്റെ ഒരു മൂത്ത അമ്മാവൻ അരവിന്ദാക്ഷൻ നായർ, പുള്ളിയും കൃഷ്ണനായർ സാറും കൂടെ ഒരുമിച്ച് ഇവിടെ MG കോളേജിൽ പഠിച്ച. അപ്പോൾ ഞാനിങ്ങനെ അമ്മാവനെ ചെന്ന് കണ്ട് പറഞ്ഞിങ്ങനെ ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കത്ത് തന്നു. അപ്പോൾ അവർ തമ്മിൽ സംബോധന ചെയ്യുന്ന കത്തിനകത്ത് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ട കൃഷ്ണനാർ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ബന്ധമൊന്നും ആലോചിച്ച് നോക്കി. എല്ലാം എൻ്റെ അനന്തരവനാണ് വരുന്നത്, അവന് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാം. അടിയിൽ എന്ന് കുട്ടനാർ അങ്ങനെ ഒരു ബന്ധത്തിന് ഞാൻ പറയുന്നത്. അങ്ങനെ കത്തുമായിട്ട് ഉമാ സ്റ്റുഡിയോ ചെല്ലുന്നു. ഉമാ സ്റ്റുഡിയോ ചെന്നപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായി ഞാൻ കൃഷ്ണനായർ സാറിനെ കാണുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാ സ്റ്റുഡിയോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിൽ കൂടെ ഒരു 400 അടി ക്യാനുമായിട്ട് ഇങ്ങനെ നടന്ന് കയറി വരിക. ഈ കർച്ചീഫ് തോളത്തുണ്ട്, 400 അടി ക്യാനുണ്ടല്ലോ നമ്മുടെ സാറ് ക്യാനായിട്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് വിചാരിച്ചു. പിന്നീടാണ് സാറ് അതിൻ്റെ MD ക്യാനകത്ത് മുറുക്കാൻ സൂക്ഷിക്കുന്ന ഓർമ്മയില്ലേ? ആ MD ക്യാനകത്താണ് പുള്ളി മുറുക്കാൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കയറി വന്നാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കത്ത് കൊടുത്തു. കുട്ടമ്പിള്ളേരെ അനന്തരവനാണെന്ന് ചോദിച്ചു. അതെ. വായിച്ചു നോക്കിയേച്ച് പറഞ്ഞു ഒരു കാര്യമുണ്ട്, അന്ന് തന്നെ മിസ്റ്റർ എന്നാണ് കാര്യം, മാന്യമായി എല്ലാവരോടെയും സംസാരിക്കുന്നത്. അതാണ് ചേട്ടൻ കിട്ടിയിരിക്കുന്നത്. മിസ്റ്റർ മധു സീരിയസ് ആണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം, അതല്ല ഈ ഷൂട്ടിങ്ങിനോടുള്ള ഭ്രമമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് ഞാനിവിടെ സൗകര്യം ചെയ്തു തരാം, ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകും, എൻ്റെ കൂടെ നിന്നാൽ നന്നാവണമെന്നുള്ളതാണല്ലോ കുട്ടമ്പിള്ള പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ നിമിഷം തൊട്ട് ആ അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്ന നിമിഷം വരെ ഒരേ ബന്ധം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ചേട്ടനെ ആദ്യം കാണുന്നത്. അതും എനിക്ക് തോന്നുന്നു ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയം നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് ഞങ്ങളൊരു പടത്തിൻ്റെ സ്വിച്ച് ഓൺ. അപ്പോൾ ചേട്ടനാണ് വണ്ടി, അതുവരെ ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല, ചേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. വന്ന് ഇറങ്ങിയപ്പോഴേ എന്നോട് ഒന്ന് ചോദിക്കുകയാണ്, അച്ഛൻ പറഞ്ഞ മധുവല്ലേ? അത് ശരി. അപ്പോൾ എന്താണ് അച്ഛൻ പറഞ്ഞത്? ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന എന്നെ പറ്റി ഞാനത് സാറിനോട് കയറിയിട്ട് വളരെ കുറച്ച് ആളുകളായിട്ടുള്ളൂ. എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, അച്ഛൻ പറഞ്ഞ മധുവല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്തായിരിക്കും അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ ബന്ധം അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെങ്കിൽ, ഒരു മകൻ്റെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന ഒരച്ഛനെയും അമ്മയെയും കുടുംബത്തെയും എങ്ങനെ നോക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇത് രണ്ടുമാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുന്ന സ്നേഹത സാറ് ഇവർക്കൊക്കെ കൊടുത്താൽ, അതുപോലെ എൻ്റെ അമ്മയും അച്ഛനെ ഞാൻ നോക്കുന്നത് ചേട്ടൻ നോക്കുന്നത് കണ്ട കാര്യം. അതാണ് അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത്. പിന്നെ ആ വീടെന്ന് പറഞ്ഞാൽ ഇവർ 3 സഹോദരങ്ങൾ, അമ്മ, സാറ്, എല്ലാം തമാശ. അവിടെ ഞാനവിടെ പോയി എത്രയോ പ്രാവശ്യം കൊടുന്നു. അമ്മ എനിക്ക് എത്രയോ പ്രാവശ്യം ചോറ് തന്നിട്ടുണ്ട്.
അപ്പോഴൊക്കെ സീരിയസ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോഴാണ് അവിടെ പല പ്രശ്നങ്ങൾ. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവർ 4 പേരും കൂടെ 5 പേരും കൂടെ വളരെ ഹാപ്പി ആയപ്പോഴും. ഞാൻ IAS എഴുതാൻ പോകുമ്പോൾ എനിക്കറിയാം, ഞാൻ IAS പഠിക്കാൻ IAS എഴുതാമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത്രാതി ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ IASനെ പറ്റിയൊന്നും വലിയ വിവരമൊന്നുമില്ല. അറിയാം, കൊള്ളാം എന്നൊക്കെ അറിയാം. പക്ഷേ ഞാനിത് പറഞ്ഞ ഉടൻ ഇൻസ്റ്റൻ്റായിട്ട് അച്ഛൻ പറഞ്ഞു, നിനക്ക് കിട്ടും. അതൊരു ഗ്യാരണ്ടിയുള്ള സീലടിച്ച് കവറിലിട്ട് തന്നതുപോലെ തരികയാണ്, നിനക്ക് കിട്ടും. പിന്നെ കിട്ടാതിരിക്കാൻ പറ്റുമോ? കിട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തിയേ പറ്റും. പിന്നെ കിട്ടും. പിന്നെ എനിക്കറിയാമത്, പിന്നെ കിട്ടാതിരിക്കാൻ പറ്റില്ല. പിന്നെ സാർ ചിലത് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു പോകും, അത് സൂക്ഷിച്ചോടെ വീഴുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നടന്നു വീണിരിക്കും. അങ്ങനെ ഒരു ജൽപ്പനം പോലെ ഒരു ഉൾക്കാഴ്ച പോലെ പുള്ളി പറയുന്ന. പിന്നെ ഈ ബന്ധത്തിനെ പറ്റി ചോദിച്ചല്ലേ, ചേട്ടനെ ആദ്യാക്ഷരം കുറിപ്പിച്ച സാറാ അല്ലേ, എൻ്റെ മകളെ ആദ്യാക്ഷരം കുറിപ്പിച്ച സാറാ. ഇപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ അനിയൻ്റെ മോൻ IAS കിട്ടില്ലോ, ആ പയ്യനെയും ആദ്യാക്ഷരം കുറിപ്പിച്ച സാറാ. അപ്പോൾ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ പറയുന്നുണ്ട്, ജയൻ എനിക്ക് പേരുദോഷമൊന്നും ഉണ്ടാക്കില്ല, നീ പേരുദോഷം ഉണ്ടാക്കല്ലേ മോളോടെ. അപ്പോൾ അവളും പഠിച്ചു മുടിക്കുകയായി. അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് അക്ഷരം. അപ്പോൾ ചിലർ വന്നിട്ട് എന്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കും, ഇയാൾ എങ്ങനെയാണ് അച്ഛൻ 3 letters മിസ്സിങ്. ഒരാളിനെ പഠിക്കാൻ പുള്ളിക്ക് അത് വലിയൊരു കഴിവ്. അത് ഞാൻ പറഞ്ഞു. അപ്പം എന്നെപ്പറ്റി എന്താണ് സാറ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പം ചേട്ടൻ്റെ പെരുമാറ്റം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നിവിടെ ഈ സമാഗമത്തിന് വന്നിരിക്കാൻ കെ മധു എന്നുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്കൊരു പേരുണ്ടായത് അദ്ദേഹം കൊണ്ട് മാത്രം. പിന്നെ എപ്പോഴും പുള്ളി ചേട്ടൻ്റെ ഈ ഒരു IAS ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ പുള്ളി ഒരു മനസ്സുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ അഭിമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സന്തോഷവും കാര്യങ്ങളും. അതായത് ഈശ്വരനാമം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് ജയ 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 എന്ന്. അച്ഛനെക്കുറിച്ച് സാർ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ 69ാമത്തെ വയസ്സിൽ മരിക്കുന്ന ഒരു ജോത്സ്യൻ പറഞ്ഞു. അത് ഇത് അച്ഛൻ വിശ്വസിച്ചിരുന്നു. IAS കിട്ടും, മകൻ IAS കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ തൻ്റെ മരണം സ്വയം വിശ്വസിച്ചുകൊണ്ട്. പിന്നെ മരണത്തെ പറ്റി അച്ഛന് ഭയമൊന്നുമില്ല. മാത്രമല്ല ഹി വാസ് മെന്റലി പ്രിപ്പയർഡ്. മരണം ഒരാൾ വരാനുണ്ടെന്നൊക്കെ കൂടെ എങ്ങനെ അമ്മ ആരെ നോക്കണത്? അല്ല, ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി വരുന്നില്ല, എത്തിയില്ല. ഞാൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ജീവിതത്തിൽ ഒരിക്കലും ഒരു തൊണ്ടയിടറിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല സാറിൻ്റെ ജീവിതത്തിൽ. അതായത് പുള്ളിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് നസീർ സാർ മരിച്ച് കിടക്കുമ്പോൾ പോലും കരഞ്ഞിട്ടില്ല. ഒരു വിങ്ങൽ മാത്രം ഉള്ളിലുണ്ടെന്ന് എനിക്ക് മുഖത്ത് തോന്നി. അതുപോലെ അടൂർ പാസ് സാറിൻ്റെ ബോഡിയും കൊണ്ട് ഞങ്ങളുടെ കൂടെ നടുവിനോട് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോഴും പറഞ്ഞു, പാസി എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അപ്പോഴൊന്നും കരഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ എനിക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല. അവസാന നാളുകൾ ഞാൻ മാക്ടയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടെന്ന് എറണാകുളത്ത് ജോലി ഇരിക്കുമ്പോൾ ചേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മധു ഒന്ന് പറഞ്ഞ അച്ഛന് അത്ര നല്ല സുഖത്തിലല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്, മധു ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കിടക്കുക മുമ്പിലത്തെ മുറിയിൽ. അപ്പോൾ അമ്മയുണ്ട് അവിടെ. എന്നെ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുക. ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ട്? ഒരിക്കലും ദുഃഖം പുള്ളി എങ്ങനെ ഒതുക്കുമെന്ന് എനിക്ക്. പക്ഷേ എന്നെ കണ്ടുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക. എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പോകുന്നില്ലത്. അസാധ്യമായിട്ട് അലറിക്കരയുക പുള്ളി. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ കാണിക്കുന്നത്, ഇങ്ങനെ എന്തിനാ കരയെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 7ാം ദിവസം മരിച്ചു. എന്താ ബന്ധമെന്ന് എനിക്കറിയാം. ഇപ്പോൾ അത് എവിടെ ഇരുന്നുണ്ടോ ഇത് കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. ആ ബന്ധം എന്താണെന്ന് എനിക്കിപ്പോഴും പറയാറിയാം. അച്ഛനിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു മകൻ കുട്ടിക്കാലം മുതൽ സാറിലുണ്ടായിരുന്നു. അതിൽ അച്ഛൻ്റെ ദൗർബല്യങ്ങളുണ്ട്. ഇപ്പോൾ സാർ തന്നെ മദ്യപാനത്തെക്കുറിച്ചൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ മദ്യപാനം. അതെ, അച്ഛൻ മദ്രാസിൽ ഒറ്റയ്ക്ക് ജീവിച്ച കാലത്ത് അന്ന് സിനിമാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അബദ്ധസഞ്ചാരം നടത്തുന്നവരാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ അതിൽ വല്ലാതെ ദുഃഖിച്ചിട്ടുണ്ട്. പലപ്പോഴും അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാറ് പുസ്തകത്തിലുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു വല്ലാത്തൊരു വേദനയായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചില വൈകാരിക പ്രശ്നങ്ങൾ ഇവർ തങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഞാനൊരു ജഡ്ജ്മെൻ്റലായിട്ട് കുറ്റപ്പെടുത്തലോ, ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയിക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ എന്തിനു പേര് വന്നു, അല്ലെങ്കിൽ ഒരു സംസാരം എന്തിനും ഉണ്ടായി, അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് ഞാൻ വിലയിരുത്തിയിട്ടേ ഇല്ല. ഞാൻ അച്ഛൻ്റെ ഒരു വക്കാലത്താണ്. അച്ഛനില്ലാത്തപ്പോൾ അച്ഛനെ വക്കീലാണ്. എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചൊരു ദിവസമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൂടെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരും. അമ്മയ്ക്ക് ആകെ അപ്സെറ്റാവും. ഇതിന് വക്കീലിനെ കാരണം, വക്കീലിനെ കൊണ്ട് കേസ് നടത്തിക്കണം. അപ്പോൾ അമ്മ ഇതുപോലെ ഒരു നോട്ടീസ് വന്ന ദിവസം അച്ഛനെ പറ്റി എന്തോ പറഞ്ഞു. ഇങ്ങനെ അച്ഛനവിടെ മദ്രാസിൽ പോയി ഇങ്ങനെ കിടന്നാൽ മതിയല്ലോ, എടുത്താൽ മതിയല്ലോ, ഇവിടെ നമ്മളല്ലേ ഇതൊക്കെ നോക്കുന്നത്. അപ്പം ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാം, അല്ല മദ്രാസിൽ ഇപ്പോൾ ജോലിക്ക് പോയിരിക്കണം, അച്ഛനെ ഇപ്പം കുറ്റം പറയേണ്ട കാര്യം എന്താണ്, അസസ്മെൻറ്റ് വന്നതിന് എന്ന് വളരെ കൂളായിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് സജഷൻ ഭയങ്കര പ്രശ്നമായിപ്പോൾ. അപ്പം ഞാൻ എപ്പോഴും അച്ഛൻ്റെ വക്കീലാണ് വീട്ടിൽ. മദ്യപാനത്തിൻ്റെ സമയത്ത് പോലും അച്ഛന് ഇത് മദ്യപാനം നിർത്തണം, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്, നിർത്തണം എന്ന് വീട്ടിൽ പൊതുജനാഭിപ്രായം ഉണ്ടായിരിക്കുന്ന സമയത്ത് അച്ഛനെ വിളിക്കും, എനിക്ക് വേണം.
അപ്പോൾ വാങ്ങിച്ചു കൊടുക്കരുതെന്ന് കർശനമായ നിരോധനാജ്ഞ നിലവിലിരിക്കുന്ന സമയമാണ് അമ്മയുടെ. ഞാൻ വളരെ കൂളായിട്ട് വാങ്ങിച്ച് അച്ഛനോട് കൊടുത്തു. അപ്പോൾ അമ്മ പറയും നീയാണ് ഇതിൻ്റെയൊക്കെ കാരണം, അച്ഛനെ ഇത്രയാക്കിയത്. നമ്മൾ ഒരു കുഴപ്പമില്ല, അച്ഛൻ നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തും. പറഞ്ഞതുപോലെ നമ്മൾ ഈ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തല്ലോ, വിതിൻ 2 days നിർത്തി ഫ്രഷ് ആയിട്ട് ഷേവ് ചെയ്ത് നീറ്റായിരിക്കുന്നത്. പിന്നെ ദീർഘകാലം കഴിക്കത്തില്ല. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട ആളാണോ ഷേവൊക്കെ ചെയ്ത് നീറ്റായിട്ട് മുറുക്കി നീറ്റായിട്ടിരിക്കുന്നത്. പിന്നെ എത്രയോ കാലം കഴിക്കാതിരിക്കും. ഈ സാറ് മദ്രാസിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം എൻ്റെ ഭാര്യ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട്. അമ്മയിൽ അത്ര വിശ്വാസം. അതാണ് കാര്യം പൈസ ആവശ്യത്തിന് അയച്ചു കൊടുക്കും. ഞങ്ങൾ ആരും വഴിതെറ്റി പോയില്ല. അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട്, അച്ഛൻ അടുത്തില്ലാതെ വളരുന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആരും വഴിതെറ്റി പോയില്ല. ഇല്ലെന്ന് മാത്രമല്ല, വളരെ കർശനമായി ഞങ്ങൾ വളരുകയും ചെയ്തു. അല്ല, സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ 3 മുഖ്യമന്ത്രിമാരെ വെച്ച് പടം ചെയ്തിട്ടുള്ള ഒരു സംവിധാനം. അവരുടെ എന്തെങ്കിലും ഒരു സ്വാധീനം എന്തിനെങ്കിലും ഒന്നിനും പോകത്തില്ല. ഒന്നിനും പോകില്ല. എംജിആർ, ജയലളിത, എൻ.ടി. രാമറാവു 3 പേരെ അല്ലേ. ഞങ്ങളൊരു ദിവസം പാങ്കുര ഹോട്ടലിൽ ഒരു ഡിസ്കഷനായിട്ട് പോകുന്ന സമയത്ത്, അപ്പോൾ എംജിആർ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ എംജിആർ വരുന്നതൊക്കെ പറഞ്ഞ് അവിടെ തമിഴ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വാദ്യാരെന്നല്ല വിളിച്ചത്, വാദ്യരെ കണ്ട് കുറേ കാലം കഴിഞ്ഞ് ഒതുങ്ങി നിൽക്കാന്ന് പറഞ്ഞ് നമ്മുടെ പാങ്കുര ഹോട്ടലിൻ്റെ പില്ലറില്ല വലിയ, അതിൻ്റെ പുറകെ ഞാനും സാറും കൂടെ ഒതുങ്ങി നിന്നു. ഈ വണ്ടി കൊണ്ടൊന്ന് അങ്ങനെ നിർത്തി ഇറങ്ങിയപ്പോൾ സാറിങ്ങനെ ഒന്ന് എത്തി നോക്കി. ഇദ്ദേഹം തിരിച്ചു കൈയായിട്ട് വിളിച്ചു എംജിആർ. തോളെ കൈയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോൾ അകത്ത് വരെ ഫംഗ്ഷൻസ് നടക്കുന്ന സ്ഥലത്ത് വരെ ഞങ്ങൾ പുള്ളി തോളെ കൈയിട്ടുണ്ട് പോകും എംജിആറിൽ. അപ്പോൾ തിരിച്ച് അവിടുത്തെ DGP ഞങ്ങളെ കൊണ്ട് വണ്ടിയെ കയറ്റുന്നത്. തിരിച്ച് നമ്മൾ VIP ആയി. അപ്പോൾ അത്ര ഒരു ബന്ധം ഉണ്ടായിട്ട് പോലും ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാൻ. ഒരു കാര്യം കൂടി ഈ സാറിൻ്റെ പുസ്തകമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, എനിക്ക് അത് എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സാധനമാണ്. അച്ഛൻ്റെ അവസാന നാളുകളിൽ അച്ഛൻ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു, എംജിആറിനെ പോലെ ഒരു തൊപ്പി. അല്ല, എംജിആറിൻ്റെ ഒരു തൊപ്പി. അത് വല്ലാതെ സ്പർശിച്ചു. അതൊരു വല്ലാത്തൊരു ബന്ധമാണ് അതിലെ. ഞാനിവിടെയൊക്കെ നടപ്പോൾ എൻ്റെ വീട്ടിലെല്ലാം നല്ല കാര്യമുണ്ട്, അച്ഛൻ അങ്ങനെ ഒരു തൊപ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം നടന്നു, ആ ഗുഡ് മോർണിംഗ് സ്റ്റോറിൽ ചാലയിലൊക്കെ നടന്ന അവസാനം അതുപോലെ കിട്ടിയില്ലെങ്കിൽ ഒരു തൊപ്പി സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല വാസ്തവത്തിൽ. അച്ഛൻ വേറെ ഒന്നും എന്നോട് ചോദിച്ചില്ല, ഒരു തൊപ്പി അച്ഛൻ എംജിആറിനെ ഒരു തൊപ്പി വയ്ക്കണം. അതൊക്കെ എന്തോ ഒരു അതുപോലെ ഓരോ കാര്യങ്ങൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഉണ്ട് തമാശ. പുള്ളി ഒരു പടം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഹീറോ, പടത്തിൻ്റെ ഹീറോ വന്നിട്ട് പുള്ളി മുറുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. വന്നിട്ട് ചോദിക്കും, സാറേ എനിക്കൊന്ന് മദ്രാസിൽ പോകണം. അതിന് നിങ്ങൾ പോകണം. അതിപ്പോൾ ഇവിടുത്തെ ഈ ഷൂട്ടിങ് അതൊരു 4 ദിവസം കൂടെ വേണ്ടി വരും. അയ്യോ 4 ദിവസം എനിക്ക് കയറത്തില്ല, എനിക്കിന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ പോകണം, എന്നെ എന്തിനാ ഉപദ്രവിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പോയാലോ? ഞാൻ ഷൂട്ടിങ് ഒക്കെ നടക്കും. അപ്പോൾ ഞാൻ ഹീറോ അല്ല, ഞാനില്ല, നിങ്ങളില്ലാതെ പടം എടുക്കും. അപ്പോൾ പടം പൊട്ടിപ്പോവും. പക്ഷേ ഒന്നും കൂടെ അതിൻ്റെ ഒരു അഡീഷൻ കൊണ്ട് പടം പൊട്ടിപ്പോവും. അടുത്ത പടത്തിന് എന്നെ തന്നെ വിളിക്കത്തില്ല, ഒരു വേറെ ആരെങ്കിലും എടുത്തോളൂ. അതിന് സംഭവം കൊണ്ട് പോകും. അപ്പോൾ പുള്ളി 3 അല്ല 4 ദിവസം വെച്ചേ പോകത്തുള്ളൂ. ഈ ടെൻഷൻ എന്ന് പറയുന്ന ജീവിതത്തിൽ എടുക്കത്തില്ല. ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന മറ്റാസിലൊരു ആഡിറ്ററായിരുന്നു. ആഡിറ്റർ എന്നും കാശ് മേടിക്കും. അപ്പോൾ ഈ ചേട്ടൻ്റെ പേര് പുള്ളി പറയത്തില്ല അവിടെ. എന്നിങ്ങനെ കാശ് മേടിക്കുക, 10,000 മേടിക്കുക. പേടിയുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് LIC ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ അച്ഛന് ഭയങ്കര പേടിയാണ്. LIC പോളിസി എടുത്താൽ ചത്തുപോകുന്ന. 2 ഓഡിറ്റർ, ഇൻകം ടാക്സ് ഓഡിറ്റ് വലിയ ഭയമാണ്. മദ്രാസിലെ ഒരു ഓഡിറ്റർ എന്നും കാശ് മേടിക്കുക. അവസാനം ഞാൻ ചേട്ടനോട് വിളിച്ചോണ്ട് ചേട്ടൻ വന്നാൽ സെറ്റിൽ ചെയ്ത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് അച്ഛൻ ഇതേപോലെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു മകൻ, അച്ഛൻ്റെ എല്ലാ നല്ല ക്വാളിറ്റിയും ഒപ്പം തന്നെ അച്ഛൻ്റെ ദൗർബല്യങ്ങളെയും തിരിച്ചറിഞ്ഞൊരു മകൻ, അതുപോലെ തന്നെ ശിഷ്യൻ ഗുരുവിനെ അങ്ങനെ ഇത് ചെയ്തിട്ടുള്ളൊരു നിങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം, അത് പരസ്പരം കൊടുക്കലും വാങ്ങലുമായിട്ടുള്ള സൗഹൃദം. സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണലാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പറയാൻ ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്ഥലം. ഞാൻ ഇവിടെ വന്നിരുന്ന കമലെ ഇങ്ങനെ ഒരു സാറിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോൾ തന്നെ വല്ലാതെ ഞാൻ ഓർത്തോണ്ട് വന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി. കാര്യം അത്ര ബന്ധമായിരുന്നു. അതൊരിക്കലും ഒരു കാരണവശാലും മറക്കാനൊക്കത്തില്ല. എൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ സ്വിച്ച് ഓൺ ആണെങ്കിലും തമിഴ് പടത്തിൻ്റെ പൂജയാണെങ്കിലും എല്ലാം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മരിക്കുന്നിടം വരെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയായിരുന്നു എൻ്റെ ഒരു മാർഗ്ഗദർശിയും ഉപദേഷ്ടാവും എല്ലാം.